നീ എന്താ മോളെ എന്നെ ഒരു ശത്രുവിനെ പോലെ കാണുന്നേ? അല്ല, ഇന്ദുമോൾക്ക് എന്നോടുള്ള ദേഷ്യം ഇതുവരെ മാറിയില്ലേ? എനിക്ക് നിങ്ങളോടുള്ള ദേഷ്യം ഞാൻ മരിച്ചാലും മാറില്ല. ഓ അയ്യോ, മരണത്തെ കുറിച്ചൊന്നും പറയല്ലേ. ഇനിയും എത്ര കാലം ജീവിക്കാനുള്ളതാ മോക്ക്? ഞാനേ സച്ചി സാറിനൊന്ന് കാണട്ടെ. അച്ഛൻ ഇവിടെ ഇല്ല. അപ്പൊ അമ്മയോ? ആരാ മോളെ? ആ എന്താ സുശീല ചേച്ചി, എന്താ നിങ്ങൾക്ക് വേണ്ട? ഇതെന്തൊരു ചോദ്യോ സാവിത്രി? അല്ല, അന്ന് അമ്പലത്തിൽ വെച്ച് കണ്ടപ്പോ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നില്ലേ ഇന്ദുമോളുടെ കാര്യം നമുക്ക് വിശദമായി സംസാരിക്കാവുന്ന. പിന്നെന്തിനാ വെറുതെ ഗോകുലിനോട് ഓരോന്നൊക്കെ പറഞ്ഞു കൊടുത്ത് അവന് സത്യന്റെ അടുത്തേക്ക് അയച്ചത്? ഗോകുലിനെ സത്യന്റെ അടുത്തേക്ക് അയച്ചെന്നോ? എപ്പോ? എന്തിന്? ഹാ, അപ്പോ അമ്മയും അച്ഛനും ഒന്നും അറിയാതെ മോളായിരിക്കും സത്യനെ ഭീഷണിപ്പെടുത്താനായിട്ട് ഏട്ടനെ അയച്ചതല്ലേ? എനിക്കതിന്റെ ആവശ്യമൊന്നുമില്ല. എന്റെ സങ്കടങ്ങൾ ഞാൻ എന്റെ ഏട്ടനോട് പറയാറുണ്ട്. ഓ, അന്ന് നിങ്ങൾ എന്നെ അമ്പലത്തിൽ വെച്ച് അപമാനിച്ച കാര്യവും പറഞ്ഞു. ആ കാര്യം ചിലപ്പോ ഗോകുലേട്ട സത്യേട്ടനോട് പറഞ്ഞു കാണും. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ എത്ര ദിവസമായി? എത്ര ദിവസമായാലും ഞാൻ കാരണം ഒരാൾക്കൊരു വിഷമം തട്ടിന്നറിഞ്ഞാ എനിക്ക് പിന്നെ കിടന്നാൽ ഉറക്കം വരത്തില്ല. അല്ല, നിന്റെ അമ്മയെ നിലയ്ക്ക് നിർത്തണമെന്ന് നോക്കിയാ ഗോകുല് സത്യനോട് പറഞ്ഞെന്ന് തോന്നുന്നു. ആ, എന്റെ മോൻ എന്നോട് കാണിച്ച അതിലും വലിയ ദേഷ്യ. അതൊന്നും ഞാൻ കാര്യമാക്കുന്നില്ല. അല്ല, എനിക്ക് ഈ കുടുംബത്തോട് ഒരു ഉത്തരവാദിത്വമൊക്കെ ഉണ്ടല്ലോ, അല്ലേ? എന്തുത്തരവാദിത്വം? നിങ്ങളും ഞങ്ങളും തമ്മിൽ ഇനി ഒരു കണക്ഷനും ഇല്ല. അയ്യോ, വെറുതെ ഓരോ കാരണം ഉണ്ടാക്കി ഇങ്ങോട്ട് വലിഞ്ഞു കയറി വന്നിരിക്കാം ബാക്കിയുള്ളവരുടെ സ്വസ്ഥത കെടുത്താൻ. അയ്യോ, മര്യാദയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്നതാ നിങ്ങൾക്ക് നല്ലത്. മോളെ ഇന്ദു, എന്താ ഇത്? വീട്ടിൽ വന്നൊരാളോട് ഇങ്ങനെയൊക്കെ പറയാമോ? ഇവർക്ക് ഈ വീട്ടിൽ കയറുന്ന എന്ത് യോഗ്യത ഉള്ളത്? നമ്മൾ ആരെങ്കിലും ക്ഷണിച്ചിട്ടാണോ ഇവർ വന്നത്? അല്ലല്ലോ. ഈ സ്ത്രീയെ കാണുന്നത് പോലും എനിക്ക് വെറുപ്പാ. അതുകൊണ്ട് അമ്മ എത്രയും വേഗം ഇവരോടൊന്ന് പറഞ്ഞു വിടണം. ഇപ്പൊ ഞാൻ അത്രേ പറയുന്നുള്ളൂ. സുശീല ചേച്ചി അന്ന് അമ്പലത്തിൽ വച്ച് പറഞ്ഞത് മോൾക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. അതാ അവൾക്ക് ചേച്ചിയോട് ഇത്ര ദേഷ്യം. സാരമില്ല സാവിത്രി. ഇന്ദുവിനെ പോലെ ചെറുപ്പത്തിലെ സ്വപ്നവും പ്രതീക്ഷയൊക്കെ നഷ്ടപ്പെട്ട് കഴിയുന്ന പെൺകുട്ടികൾക്ക് ഈ ലോകത്തോട് മുഴുവൻ വെറുപ്പായിരിക്കും. അത് നമ്മളെപ്പോഴുള്ളവർ വേണ്ടേ മനസ്സിലാക്കാൻ? നിങ്ങൾ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? എന്റെ മോൾക്ക് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. നിങ്ങളുടെ ഈ സംസാരം ആർക്കും ഇഷ്ടപ്പെടാത്ത. പ്രിയ സത്യങ്ങൾ പറയാൻ പാടില്ലെന്ന് എനിക്കറിയാം സാവിത്രി. പക്ഷേ എനിക്കൊന്നും മനസ്സിൽ വെക്കാൻ പറ്റില്ല. ഇന്ദു എന്റെ മരുമോളായിട്ട് വരേണ്ടവളായിരുന്നല്ലോ. അതുകൊണ്ട് ആ കുട്ടിയുടെ കാര്യത്തിൽ എനിക്ക് ആത്മാർത്ഥമായ വിഷമമുണ്ട്. അതുകൊണ്ട് പറയുവാ, അവളെ എത്രയും പെട്ടെന്നൊരു കല്യാണം കഴിപ്പിക്കണം. ദേ സുശീലേച്ചി, നിങ്ങൾ നടക്കുന്ന കാര്യം വല്ലതും പറ. ഇന്ദു ഇപ്പോഴും ഡോക്ടർ രാഹുലിന്റെ ഭാര്യയാ. ആ ബന്ധം ഇപ്പോഴും ഒഴിഞ്ഞിട്ട് പോലുമില്ല. ഒഴിയണം സാവിത്രി, എത്രയും വേഗം അതൊഴിയണം. എന്നിട്ട് നിങ്ങൾ വീണ്ടും മോക്ക് വേണ്ടി സത്യനെ ആലോചിച്ച അവനെ കൊണ്ട് തന്നെ ഞാൻ ഇന്ദുവിനെ വരുത്തി താലി കെട്ടിക്കും. നിങ്ങൾക്ക് എന്താ ഭ്രാന്തുണ്ടോ? അവൻ വേറൊരു പെണ്ണിന്റെ ഭർത്താവല്ലേ സുശീലേച്ചി? നിങ്ങളൊന്ന് പോയേ. മേലിൽ ഇത്തരം ഭ്രാന്തമായിട്ട് ഇങ്ങോട്ട് വരരുത്. സുശീല ഒന്നും വെറുതെ പറയില്ല സാവിത്രി. ദേ, എന്റെ സത്യന് ഞാൻ നിശ്ചയിച്ച പെണ്ണ് ഇന്ദുവാ. മറ്റവൾ എന്നെ ചതിച്ചു കയറി വന്നവളാ. അവളെ താമസിയാതെ ഞാൻ കെട്ടുകെട്ടിക്കും. ഇത് ഭ്രാന്തൊന്നും അല്ല സാവിത്രി. സുശീല മനസ്സിലൊന്ന് കണക്ക് കൂട്ടിയാ അതൊരിക്കലും തെറ്റില്ല. നീ സച്ചി സാറുമായിട്ടൊന്ന് ആലോചിക്കേ. പിന്നെ സത്യന്റെ നിങ്ങൾ വെറുതെ ആവശ്യമില്ലാത്ത കാര്യമൊന്നും പറയണ്ട. ജീവൻ രാജിന്റെ കൂടെ ഒളിച്ചോടാൻ മാത്രമുള്ള മണ്ടത്തരമൊന്നും ഒരിക്കലും മഞ്ചാടി കാണിക്കില്ല. എന്റെ ഗോകുലണ്ണ, ഞങ്ങൾക്ക് 100% ഉറപ്പില്ലാത്തൊരു കാര്യം ഞങ്ങൾ ഗോകുലണ്ണനെ തേടിപ്പിടിച്ച് വന്ന് പറയോ? സംഭവം ഉള്ളത് തന്നെ ഗോകുലേട്ടാ.
ഇന്ന് കോളേജില്ലെങ്കിലും ചില ഫ്രണ്ട്സ് ഗ്രൂപ്പുകളിൽ ഇത് സജീവ ചർച്ചയായിട്ടുണ്ട്. അണ്ണാ, എന്റെ ഗ്രൂപ്പുകളിൽ വന്ന മെസ്സേജുകളുടെ സ്ക്രീൻഷോട്ട് ഞാൻ ഗോകുലണ്ണന് ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. അത് നോക്കിയാലേ അറിയാം ജീവൻ രാജ് മഞ്ചാടി എപ്പോഴാ ഇത് പ്ലാൻ ചെയ്തതെന്ന്. അവനും അവളും ഉടായിപ്പായിരുന്നൊക്കെ എനിക്ക് അറിയായിരുന്നടാ. അതുകൊണ്ടാണല്ലോ ഇനി അങ്ങനെ ഒരു കണക്ഷൻ വേണ്ടെന്ന് ഞാനും എന്റെ ഫാമിലിയും തീരുമാനിച്ചത്. പക്ഷെ ഇത് ഇത്ര പെട്ടെന്ന് ഇതുപോലെ മൂത്തു പഴുത്ത് ചളവാകുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എന്തായാലും ഇതോടെ അവരുടെ ജീവിതം തൊലഞ്ഞു കിട്ടി. അവളുടെ മാത്രമല്ല അവന്റെ. മഞ്ചാടിയുടെ വീട്ടുകാർ സ്ട്രോങ് ആയി അന്വേഷിക്കുന്നുണ്ട്. ജീവൻ രാജിനെ അവരുടെ കൈ കിട്ടിയാ പിന്നെ അവൻ പിന്നെ ജയിലിൽ നിന്ന് ഇറങ്ങത്തില്ല. അന്നേ അവനെ കേസിൽ നിന്ന് ഒഴിവാക്കരുതെന്ന് എന്റെ അച്ഛൻ തീർത്ത് പറഞ്ഞതാ. പക്ഷെ മകൾക്ക് വേണ്ടി അനന്തൻ മാഷ് ഇടപെട്ടു. അനന്തൻ മാഷ് ഇതുവരെ മകളുടെ ഒളിച്ചോട്ടത്തെ കുറിച്ച് അറിഞ്ഞില്ലെന്ന് തോന്നുന്നു. അങ്കിളും ചേട്ടന്മാരെയൊക്കെ അന്വേഷിക്കുന്നത്. അതിലൊരാൾ എന്നെയും വിളിച്ചു. ആസിഫിന്റെ പുതിയ നമ്പറും ചോദിച്ചോണ്ട് എനിക്കറിയാവുന്ന നമ്പർ ഞാൻ കൊടുത്തു. അവര് തമ്മിൽ ഇപ്പോഴും വലിയ കമ്പനിയല്ലേ? അന്ന് കോവളത്ത് മഞ്ചാടി എത്തിക്കാൻ കൂട്ടുനിന്നത് ആസിഫ് ആയിരുന്നല്ലോ. കേസിൽ നിന്ന് ഊരി വന്നതിന് ശേഷം രണ്ടുപേരും കോളേജിൽ ഇപ്പൊ വലിയ മാന്യന്മാരാ. ഈ സംഭവത്തോടെ വീണ്ടും കാര്യങ്ങളൊക്കെ മാറി മറിയും. മഞ്ചാടിയെ തനിച്ച് കിട്ടിയാൽ അവന്മാര് പഴയ സ്വഭാവം പുറത്തെടുക്കുക ഗോലേട്ടാ. നാളെ അവളുടെ വീഡിയോ വൈറലായെന്ന് കേൾക്കേണ്ടി വരുമോ നമ്മള്? ഏയ്, വേണ്ടാത്തൊന്നും പറയാടാ. അതിനുള്ള ധൈര്യമൊന്നും അവന്മാർക്കില്ല. അങ്ങനെ ഒരു ട്രാപ്പിലൊന്നും മഞ്ചാടി ചെന്ന് ചാടുകയില്ല. അത് ശരിയാ. ഇപ്പൊ തന്നെ ജീവൻ രാജന് വലിയ താല്പര്യമൊന്നും ഉണ്ടായിട്ടില്ല. അവളുടെ നിർബന്ധത്തിന് വഴങ്ങിയ അവൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തെന്നുള്ളതാ പൊതുവെയുള്ള സംസാരം. അങ്ങനെ തന്നെ ആയിരിക്കാനാ സാധ്യത. മഞ്ചാടി അവൾ ആരോടുള്ള വാശി തീർക്കാൻ എനിക്ക് ചിലപ്പോൾ തോന്നാറുണ്ട്. പക്ഷെ ഇത് അവൾക്ക് ഗുണം ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവൾക്ക് വീണൊടുങ്ങാനുള്ള കുഴി അത് അവള് തന്നെ തോണ്ടി വെച്ചു എന്ന് കരുതിയാൽ മതി.